ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. സെപ്റ്റംബർ മാസത്തിലെ ഒരു സൺഡേ വെളുപ്പിന് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഒരു സൺറൈസും ചെറിയ രീതിയിൽ കോടയും പറ്റിയാൽ ഒരു ക്ലൗഡ് ബെഡൊക്കെ കാണണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് രാവിലെ ഒരു 5:30 എണീറ്റ് 6 മണിയായപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് യാത്ര തുടങ്ങി. നമ്മൾ പോകുന്നത് കോട്ടപ്പാറയിലേക്കാണ്. ഈ ലൊക്കേഷൻ വരുന്നത് അടിമാലിയിൽ നിന്ന് കല്ലാർ മാങ്കളം റൂട്ടിൽ കുരിശുപാറയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ച് ദൂരം കഴിയുമ്പോഴാണ്. പോകുന്ന വഴിയിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അവിടെ കഴിഞ്ഞാൽ പിന്നെ നല്ല വളവും വീതി കുറഞ്ഞ ചെറിയ റോഡുമൊക്കെ ആയതുകൊണ്ട് ആദ്യമായിട്ട് വരുന്നവർ കുറച്ച് ശ്രദ്ധിച്ചു വരിക. ആ കയറ്റമൊക്കെ കയറി നമ്മൾ ചെല്ലുന്നത് ഒരു ചെറിയ മലമുകളിലേക്കാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായോ എന്നൊരു സംശയമുണ്ടായിരുന്നു. നമ്മൾ ലേറ്റ് ആയതുകൊണ്ടാവണം വലിയ രീതിയിൽ മഞ്ഞും കോടയും ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും നല്ല തണുത്ത കാറ്റ് വീശുന്നതുകൊണ്ട് ഒരു പ്രത്യേക ആംബിയൻസ് ആയിരുന്നു അവിടെ. കോട്ടയം ജില്ലയിലെ ഇലവീഴാപ്പുഞ്ചിരിയുടെയൊക്കെ ഒരു ചെറിയ മിനിയേച്ചർ എന്ന് നമുക്ക് കോട്ടപ്പാറയെ പറയാം. കാരണം അതേപോലെ ഉയർന്നൊരു സ്ഥലവും പിന്നെ അവിടെ കാണുന്ന പോലത്തെ ഉയർന്നു നിൽക്കുന്ന പുല്ലൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കോട്ടപ്പാറ എന്ന പേരിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. ഈ സ്ഥലം അങ്ങനെ ഒരുപാട് ഫേമസ് അല്ല. പൊതുവെ മൂന്നാറിലേക്കും മാങ്കുളത്തേക്കും ട്രിപ്പ് വന്നിട്ട് ജീപ്പ് ട്രക്കിംഗ് ഒക്കെ എടുക്കുന്നവരും കൂടാതെ ഈ അടുത്ത റിസോർട്ടുകളിൽ താമസിക്കുന്നവരൊക്കെയാണ് ഇവിടെ കൂടുതലായും എത്താറുള്ളത്. വണ്ടി പാർക്ക് ചെയ്തെടുത്ത് നിന്ന് കുറച്ചുകൂടി നടക്കുമ്പോൾ നമ്മൾ പരന്ന് കിടക്കുന്ന ഒരു പാറയുടെ മുകളിലെത്തും. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വിശാലമായി ചുറ്റുപാടും കാണാൻ സാധിക്കും. ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല മഞ്ഞും ചെറിയ രീതിയിൽ ക്ലൗഡ് ബെഡൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ അടിമാലി ടൗണിൻ്റെ ഒരു സൈഡ് നമുക്ക് കാണാം. നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന മലമുകളാണ് പെട്ടിമുടി ഹിൽ ടോപ്പ്. അടിമാലി ടൗണിനടുത്തുള്ള പെട്ടിമുടി ഈയിടെയായിട്ട് നല്ലപോലെ ഫേമസ് ആയി വരുന്നുണ്ട്. കോട്ടപ്പാറയിൽ നിന്ന് നോക്കിയാൽ അവിടെ ആളുകൾ നിൽക്കുന്നത് നമുക്ക് ചെറുതായിട്ട് കാണാം. അവരും നമ്മളെപ്പോലെ മഞ്ഞു കൊള്ളാനും സൺറൈസ് കാണാനൊക്കെ വന്നവരായിരിക്കും. കുറച്ചുകൂടി നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഇവിടെ മനോഹരമായ സൂര്യോദയം നമുക്ക് കാണാൻ സാധിച്ചേനെ. മലകളുടെ ഇടയിൽ നിന്ന് ഉദിച്ചു വരുന്ന സൂര്യന്റെ പ്രകാശം മഞ്ഞിനെ വകഞ്ഞു മാറ്റി വരുന്ന കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. ഇവിടെ പുല്ലുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മരമുണ്ട്. അതിനെ മേളിൽ കയറിയിരുന്ന് ഫോട്ടോസ് എടുക്കണം. നല്ല രസമാണ്. ആ മരത്തെ കയറിയിരുന്ന് ഇളം വെയിലും തണുത്ത കാറ്റും ഒക്കെ കൊള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഒരു കുളിർമയാണ്. ഞങ്ങൾ കുറേ നേരം അതിൽ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തും പാറപ്പുറത്ത് ചാനലിൻ്റെ പേരൊക്കെ എഴുതിയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. ഒരുപാട് ആളുകൾ വരുന്ന ഏരിയ അല്ലെങ്കിൽ പോലും കുറച്ച് വേസ്റ്റും ചില്ലുകുപ്പികളുടെ പീസൊക്കെ അവിടെ കണ്ടു. നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ ഉത്തരവാദിത്തമുള്ളൊരു സഞ്ചാരിയാവാൻ ശ്രദ്ധിക്കുക. കോട്ടപ്പാറയിലേക്ക് പോകാൻ ഏറ്റവും നല്ല ടൈം വെളുപ്പിനും വൈകുന്നേരങ്ങളിലുമാണ്. അവിടെ പോയി സൺറൈസും സൺസെറ്റൊക്കെ കണ്ട് തണുത്ത കാറ്റും കോടയും ഒക്കെ ആസ്വദിച്ച് ഒരു ഫ്ലാസ്കിൽ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ കൊണ്ടുപോയി കുടിച്ച്
അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അങ്ങനെ ഒന്നുകൂടി കോട്ടപ്പാറയുടെ സൗന്ദര്യം ആസ്വദിച്ച ശേഷം ഞങ്ങൾ കോട്ടപ്പാറയോട് വിട പറഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അറിയപ്പെടാത്ത സ്ഥലങ്ങളെപ്പറ്റി അറിയാനും കൂടുതൽ യാത്രാനുഭവങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.